ഹലോ, ഞാൻ ആർക്കിടെക്ട് ജാനസ് സോണി ആക്സിസ് ആർക്കിടെക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ചാണ്. എന്താണ് വാട്ടർ പ്രൂഫിംഗ്, അതുപോലെ എവിടെയെല്ലാമാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്, അതുപോലെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്സ് ഏതെല്ലാമാണ്, ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോൺക്രീറ്റ് ചെയ്ത കെട്ടിടങ്ങൾ വാട്ടർ പ്രൂഫാണ് അല്ലേ? കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. എന്നിരുന്നാലും നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഡ്യൂറബിലിറ്റീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതായത് ഒരുപാട് കാലം അത് ലീക്കേജ് ഒന്നും ഇല്ലാതെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ചില മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു മുൻകരുതൽ തന്നെയാണ് ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കും അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് റൂഫിലും വാളിലും ഒക്കെ കണ്ടുവരുന്ന ലീക്കേജുകളും ക്രാക്കുകളും ഒക്കെ തടയാനുള്ള ഒരു പ്രതിവിധിയായിട്ടുമൊക്കെ വാട്ടർ പ്രൂഫിംഗ് നമുക്ക് ഉപയോഗിക്കാം. ഇനി എവിടെയെല്ലാമാണ് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് അത്യാവശ്യമായിട്ട് വരുന്നത്? മെയിനായിട്ടും വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഇടങ്ങൾ, അതായത് കിച്ചൺ, ടോയ്ലറ്റ്, റൂഫ് ടോപ്പ്, ഔട്ടർ വാൾസ്, ബാൽക്കണി ഏരിയ, അതുപോലെ തന്നെ റൂഫിൽ കോൺക്രീറ്റ് റൂഫും പാരപ്പറ്റും കൂടി ചേർന്ന് ആ ഒരു ജോയിൻറ്റ്, അവിടെയൊക്കെ നമ്മൾ എത്ര കണ്ട് പ്ലാസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞാലും കുറേ കാലം കഴിയുമ്പോഴത്തേക്കും വാട്ടർ ഉള്ളിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ അത്തരം ഏരിയകളിലൊക്കെ വാട്ടർ പ്രൂഫിങ് കൃത്യമായിട്ട് ചെയ്ത് പോവുക തന്നെ വേണം. ഇനി DPCയും വാട്ടർ പ്രൂഫിങ്ങും അത് രണ്ടും രണ്ട് വ്യത്യസ്ത കൺസെപ്റ്റുകളാണ്. DPC എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ജലാംശം വാളിലേക്ക് എത്താതിരിക്കുക, അതായത് ഫൗണ്ടേഷൻ്റെ ഒപ്പമാണ് നമ്മൾ DPC ചെയ്യേണ്ടത്. അതായത് ഫൗണ്ടേഷൻ്റെ വാളിൻ്റെ ഇടയ്ക്ക് പ്ലിന്ത് ബെൽറ്റിലാണ് നമ്മൾ DPC അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. DPC എന്ന് പറയുന്നത് ബിറ്റുമിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബിറ്റുമിൻ്റെ 3 ലെയർ ഈ പ്ലിന്ത് ബെൽറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാട്ടർ പ്രൂഫിങ് നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാം. ഒന്നാമതായിട്ട് സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ്, വളരെ കോമൺ ആയിട്ടുള്ളതും വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ളതുമായ ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനാണ് സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ്ങിനുള്ള മെറ്റീരിയൽസ് നമുക്ക് ഏതൊരു ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ആക്രിലിക് പോളിമർ മോഡിഫൈഡ് സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ്ങും എലാസ്റ്റോമെറിക് പോളിമർ മോഡിഫൈഡ് സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ്ങും. ഇതിൽ ആക്രിലിക് പോളിമർ ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ് ആണ് നമ്മൾ ടോയ്ലറ്റുകളിലും ബാത്റൂമുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് എലാസ്റ്റോമെറിക് വാട്ടർ പ്രൂഫിങ്. നമുക്കറിയാം, കോൺക്രീറ്റ് ചൂടാകുമ്പോൾ വികസിക്കുകയും ചൂട് കുറയുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ്ങിനും ആ ഒരു പ്രോപ്പർട്ടി ഇല്ല എങ്കിലും ഈ കോട്ടിങ്ങിൽ ക്രാക്ക് വീഴുകയും കാലക്രമേണ വെള്ളം അകത്തെത്തുകയും ചെയ്യും. 1K 2K എന്നും സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ് അറിയപ്പെടും. ചില ബ്രാൻഡുകളിൽ പൗഡർ പ്ലസ് സോൾവെൻറ്റ് ഫോമിലും മറ്റു ചിലത് ലിക്വിഡ് ഫോമിലുമാണ് നമുക്ക് ലഭിക്കുക. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഇടം നല്ല രീതിയിൽ പ്രഷർ പമ്പ് യൂസ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ ബേസ് പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്യുക. ഒരു ട്രവലോ പെയിൻറ്റ് റോളറോ ഉപയോഗിച്ച് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5-6 മണിക്കൂർ നല്ലപോലെ ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ശേഷം രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുക. ആ ഒരു കോട്ടും നല്ലപോലെ ഉണങ്ങിയതിന് ശേഷമാണ് 3ാമത്തെ കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സാൻഡ് വിതറിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാൻഡ് വിതറി കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിവിധ തിക്നെസ്സിലുള്ള ഫൈബർ മെംബ്രെയിനുകളും കൂടി ഉപയോഗിച്ച് നമുക്ക് ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളെ കൊണ്ട് വാട്ടർ പ്രൂഫിങ് ചെയ്താൽ 8 തൊട്ട് 10 വർഷം വരെ നമുക്ക് വാറണ്ടി ലഭിക്കും. അതുപോലെ തന്നെ ഏകദേശം 50 തൊട്ട് 70 രൂപ വരെയാണ് സ്ക്വയർ ഫീറ്റിന് ചാർജ് വരുന്നത്. നമ്പർ 2, ലിക്വിഡ് വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ അല്ലെങ്കിൽ APP മെംബ്രെയിൻ വാട്ടർ പ്രൂഫിംഗ്. ലീക്കേജ് തടയാൻ വേണ്ടിയിട്ടാണ് വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിനുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിനുകൾ 2 തരത്തിൽ നമുക്ക് ലഭിക്കും. ഒന്ന് ഷീറ്റ് ബേസ്ഡ് മെംബ്രെയിനുകളും രണ്ടാമത് ലിക്വിഡ് ബേസ്ഡ് മെംബ്രെയിനുകളും.
അപ്പോൾ ഷീറ്റ് ബേസ്ഡ് മെംബ്രെയിനുകൾ നമുക്ക് റോളുകളായിട്ടാണ് ലഭിക്കുക. അതേസമയം ലിക്വിഡ് ബേസ്ഡ് മെംബ്രെയിനുകൾ നമ്മൾ സർഫസിലേക്ക് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാറാണ് പതിവ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷീറ്റ് ബേസ്ഡ് മെംബ്രെയിനാണ് ബിറ്റുമിനസ് വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിനുകൾ അഥവാ APP മെംബ്രെയിനുകൾ. APP മെംബ്രെയിനുകൾ 100% ഇംപെർമിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം സർഫസ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ റോളുകൾ നമുക്ക് 2 രീതിയിൽ ലഭ്യമാണ്. ഒന്ന് സെൽഫ് അഡ്ഹസീവ് ആയിട്ടുള്ള റോളുകൾ, അതായത് അതിൽ തന്നെ ഒരു ഗ്ലൂ ഉള്ള ഒരു റോള്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെൽഡിംഗ് ടോർച്ച് ഉപയോഗിച്ച് അടിവശം ചൂടാക്കി ഒട്ടിച്ചു പോകുന്ന രീതിയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്തു പോകേണ്ട ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇത്തരം റോളുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു 10 സെൻറ്റിമീറ്റർ എങ്കിലും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഷീറ്റുകൾ ഒട്ടിച്ചു പോകാൻ. എങ്കിൽ മാത്രമേ 100% ലീക്ക് പ്രൂഫ് ആവുകയുള്ളൂ. അപ്പോൾ APP മെംബ്രെയിനുകൾ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്കാണ്. 10 to 20 years ആണ് കമ്പനികൾ ഇതിന് നൽകുന്ന ഒരു വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള APP മെംബ്രെയിൻ വാട്ടർ പ്രൂഫിങ്ങുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റോളുകളുടെ മുകളിൽ സ്ക്രീഡിങ് ചെയ്യണം, അതായത് പ്ലാസ്റ്ററിങ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 10-20 വർഷത്തെ വാറണ്ടി കിട്ടുകയുള്ളൂ. സിക്കയുടെ സിക്കാഷീൽഡ് സീരീസ് ഇത്തരത്തിലുള്ള നല്ലൊരു ക്വാളിറ്റി മെംബ്രെയിൻ പ്രോഡക്റ്റാണ്. സെമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിങ്ങിനെ അപേക്ഷിച്ച് ബിറ്റുമിനസ് വാട്ടർ പ്രൂഫിങ്, അതായത് APP മെംബ്രെയിൻ വാട്ടർ പ്രൂഫിങ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അടുത്തത് ബിറ്റുമിനസ് കോട്ടിങ്. മെംബ്രെയിൻ ഉപയോഗിക്കാതെ ബിറ്റുമിൻ കൊണ്ട് മാത്രം കോട്ടിങ് കൊടുക്കുന്ന രീതിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ APP മെംബ്രെയിൻ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ അത്ര ഡ്യൂറബിൾ അല്ല അത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റും APP മെംബ്രെയിൻ വാട്ടർ മെംബ്രെയിനേക്കാളും കുറവാണ്. നമ്പർ 4 പോളിയുറേത്തേൻ കോട്ടിംഗ്. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്കാണ് പോളിയുറേത്തേൻ കോട്ടിംഗ്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് UV ലൈറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ ഇത് നല്ല ഫ്ലെക്സിബിളും ഡ്യൂറബിളും ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ തന്നെയാണ്. ഒരു ഫ്ലാറ്റ് റൂഫ് റെസിഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇതിൻ്റെ ഒരു ബോണസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഹീറ്റ് റിഡക്ഷൻ. അതായത് ഇത് വൈറ്റ് കളറിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പരിധി വരെ ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 to 20% ഹീറ്റ് റിഡക്ഷൻ നടക്കുമെന്നാണ് കമ്പനീസ് അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ പോളിയുറേത്തേൻ കോട്ടിങ്ങിന് സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് 75 രൂപ മുതൽ 125 രൂപ വരെയാണ്. ഒരു ലിക്വിഡ് രൂപത്തിൽ പെയിൻറ്റ് ബക്കറ്റിൽ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം സർഫസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്യുക. ഏകദേശം ഒരു 9 hour ഇത് ഡ്രൈ ആവാനായിട്ട് നമ്മൾ ടൈം കൊടുക്കുക. അപ്പോൾ ഈ ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും അവർ സ്പെസിഫൈ ചെയ്യുന്ന ടൈമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 2 കോട്ടുകൾ അപ്ലൈ ചെയ്യുക. ഇന്ത്യയിൽ വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഏഷ്യൻ പെയിൻറ്റ്, ഡോക്ടർ ഫിക്സിറ്റ്, ഫോസ്റോ കെമിക്കൽസ്, ഡാം ഷ്യൂർ തുടങ്ങിയവ ഇതിൽ ചിലതാണ്. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെയും പല പ്രൈസ് റേഞ്ചിലുള്ള പ്രോഡക്ട്സ് നമ്മൾ അവരവരുടെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. ഡോക്ടർ ഫിക്സിറ്റ് 2K സെമിൻറ്റേഷ്യസ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റോമെറിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനാണ്. ഒരു ബാത്റൂമിലും ടോയ്ലറ്റിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു 3 kg പാക്കറ്റിന് റേറ്റ് വരുന്നത് 580 രൂപയാണ്. അതുപോലെ ഡോക്ടർ ഫിക്സിറ്റ് ന്യൂകോട്ട് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 540 rupees. അപ്പോൾ ഓരോ കമ്പനീസിൻ്റെയും സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിലുകൾ ലഭ്യമാണ്. അതായത് 1 ലിറ്റർ കൊണ്ട് നമുക്ക് എത്ര ഏരിയ കവറേജ് ലഭിക്കുമെന്ന് ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽ നോക്കുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.